Once again, welcome to Google's Nest. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏത് വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ വെൽക്കം ടു നമ്മളുടെ ഈ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിക്ക് നമുക്ക് വേണ്ടത് 3/4 കിലോ ചിക്കൻ, 1 കിലോ കൈമ റൈസ്, സവോള ഒരു 1/2 കിലോ അത് പേസ്റ്റ് ആക്കി അരച്ചെടുത്തത്, അതുപോലെ തന്നെ ചുവന്നുള്ളിയും പേസ്റ്റ് ആക്കി എടുത്തത് 200 ഗ്രാം, 150 ഗ്രാം തക്കാളി പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും 50 ഗ്രാം വെച്ച്, ഗരം മസാല 6 ടീസ്പൂൺ, പച്ചമുളക് പേസ്റ്റ് ആക്കിയത് 75 ഗ്രാം, 5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തൈര് ഒരു 250 ഗ്രാം, 50 ഗ്രാം നെയ്യ്, പൈനാപ്പിൾ ഒരു 150 ഗ്രാം ചെറിയ കഷ്ണമാക്കി അരിഞ്ഞത്, പിന്നെ മല്ലിയിലയും പുതിനയിലയും ആവശ്യത്തിന്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ചിക്കൻ ദം ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ റൈസ് വേവിക്കാൻ പോകുന്നു. ഈ റൈസ് വേവിക്കാൻ നമ്മൾ കലമല്ല, ഒരു കുക്കറിലാണ് നമുക്ക് വേവിക്കുന്നത്. കാരണം നമ്മളൊരു 1 കിലോ റൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാനും കൂടി കുക്കറിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഇനി റൈസ് വേവിക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ കൈമ റൈസാണ്. അതൊരു 4 ഗ്ലാസ് വരും. അതുകൊണ്ട് അതിൻ്റെ നേരെ ഇരട്ടി അളവിൽ വെള്ളം എടുത്തിട്ട് നമ്മളതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ ഉപ്പിടും. അതിനുശേഷം ഒരു മുറി നാരങ്ങ നമുക്ക് ആ വെള്ളത്തിലേക്ക് ചേർക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 4-5 ഗ്രാമ്പു, കൂടെ ഒരു 4-5 ഏലക്ക, കൂടെ കുറച്ച് കറുവാപ്പട്ടയും തക്കോലും കൂടി ചേർക്കാം. ഇത്രയും സ്പൈസസ് ചേർത്തതിന് ശേഷം നമുക്ക് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ആ അരി ചേർക്കാം. ഈ അരി അതിലേക്ക് ചേർത്തൊന്ന് നല്ലോണം ഇളക്കി കഴിയുമ്പം നമുക്കതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് അത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഒരു കൃത്യം ടൈം വെച്ചോണം. നമ്മളൊരു 3 മിനിറ്റ് മാത്രമേ വേവിക്കാവുള്ളൂ. അതിനുശേഷം ആ 3 മിനിറ്റ് വെന്തത് ഒരു 10 മിനിറ്റ് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. ഈ കൃത്യം കണക്ക് വെച്ചോണം എന്ന് പറഞ്ഞ് മറ്റൊന്നും കൊണ്ടല്ല, ഈ വെച്ചതിൽ നിന്ന് കുറച്ച് കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ അരി കുക്കറിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വെള്ള തുണിയിൽ ഒരു മുറത്തിലോ വെല്ലോ ഇട്ട് ആ വെള്ളം വലിഞ്ഞ് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നല്ലോണം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു ഉരുളിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള പേസ്റ്റ് ആക്കിയത് ചേർക്കാം. കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് ഗാർലിക് പേസ്റ്റ് ചേർക്കാം. കൂടെ ജിഞ്ചർ പേസ്റ്റും. ഇനി അതിലേക്ക് നമ്മൾ ആ തക്കാളി അരച്ച് വെച്ചതും കൂടി ചേർത്തിട്ട്, കൂടെ പച്ചമുളകിൻ്റെ പേസ്റ്റ്, ഇത്രയും സാധനം ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്കൊരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ. ഇത്രയും സാധനങ്ങൾ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ഒരു 2 അല്ലെങ്കിൽ ഒരു 2.5 ടീസ്പൂൺ നെയ്യ് ചേർക്കും. ഈ നെയ്യും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമുക്ക് അടുപ്പ് തീ കത്തിക്കാൻ. കാരണം നമ്മൾ ഈ ബിരിയാണിക്ക് ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരാനായിട്ട് നമ്മളിതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ കത്തിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ കൂട്ടിയേക്കുന്ന അരപ്പ് ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പം നമ്മൾ അതിലേക്കൊരു 3 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഈ അരപ്പൊന്ന് ചെറുതായിട്ട് വരേണ്ട ഒരു ഇളം ബ്രൗൺ കളറായി വരുമ്പം നമ്മൾ അതിലേക്ക് ഒരു 3.5 അല്ലെങ്കിൽ ഒരു 4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ മസാല നല്ല വഴണ്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 3/4 കിലോയോളം ചിക്കനാണ്.
ഈ പീസ് നമ്മൾ ഈ മസാലയുമായി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒരു 20 മിനിറ്റോളെങ്കിലും മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ 20 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഈ തൈരും കൂടി ചേർത്തിത് വേവിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ പുതിനയിലയും കൂടി ചേർക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്നതിലെ 1/3 പൈനാപ്പിളും. നമ്മുടെ ചിക്കനും ഗ്രേവിയും ഇപ്പം നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 1/4 ഭാഗത്തിന് മുകളിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബിരിയാണി റൈസ് നമുക്ക് ചേർക്കാം. ഈ ബിരിയാണി റൈസ് ചേർത്തതിന് ശേഷം അതിലേക്ക് ആ ബാക്കി മിച്ചം ഉണ്ടായിരുന്ന പൈനാപ്പിൾ നമുക്ക് ചേർക്കാം. പൈനാപ്പിൾ ചേർത്തതിന് ശേഷം നമ്മളതിലേക്ക് ആ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചത് ചേർക്കണം. കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും, അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ചേർക്കാം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്തതിന് ശേഷം വേണം നമുക്കതിലേക്ക് നെയ്യ് ചേർക്കാൻ. നെയ്യ് ചേർക്കുമ്പോൾ ഒരു 4-5 ടീസ്പൂൺ നെയ്യ് മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ ഗ്രേവിയിൽ അത്യാവശ്യം നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ടീസ്പൂൺ തന്നെ ധാരാളം. നെയ്യും കൂടി ചേർത്തതിന് ശേഷം ആണ് നമ്മുടെ സ്പെഷ്യൽ സാധനം ഒരു 3/4 ഗ്ലാസ് തേങ്ങാപ്പാൽ നമ്മൾ ഈ റൈസിലേക്ക് ചേർക്കുന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ദമ്മടിക്കുക. അപ്പോൾ ദമ്മടിക്കാനായിട്ട് നമ്മൾ മൈദമാവ് ഒരു പേസ്റ്റ് പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം നല്ലൊരു മൂടിയും കൂടി വെച്ച് അടച്ചതിന് ശേഷം പൊക്കത്ത് കല്ലിട്ട് കൊടുക്കുക. അപ്പോൾ ഈ കല്ലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വേവേണ്ടത് മുകളിൽ നിന്നും താഴെ നിന്നും ഒരേ അളവ് തീയിലാണ്. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ മാത്രം തീ വെച്ചതിന് ശേഷം വേണം കല്ലിട്ട് കൊടുക്കാൻ. അങ്ങനെ ഒരു 20 മിനിറ്റ് ആ ദമ്മിട്ടിരുന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. ആഹാ, ആ ദമ്മ് പൊട്ടിച്ചപ്പം ആ ഫ്ലേവേഴ്സും മസാലയും നെയ്യും ഒക്കെ കൂടി ചേർന്നൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ അടിപൊളി ചിക്കൻ ദം ബിരിയാണി സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണുവാനായി എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ കീപ് ഇൻ ടച്ച്. അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഹാറ്റ്സ് ഓഫ് ഫ്രം ഗോഗിൾസ് നെസ്റ്റ്.